ചുമ്മാ ഡ്രാമ കളിക്കുക എവിടെ നിന്നൊക്കെ പറയുന്നത്. ഞാൻ എല്ലാരും മുമ്പില് ഒറ്റപ്പെട്ട മാതിരി ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കാന്ന് പറയുന്നത്. ഞാൻ ഒരാളിന്റെ ചീത്ത വിളിച്ച് അല്ല ഓരോ കണ്ടിട്ട് സംസാരിച്ചതാ. അല്ല അർജുൻ ഇങ്ങനെ പൊന്തിക്കുമ്പോ ഈ പൊന്തിക്കും ഇത് അർജുൻ ഒന്നും ചെയ്യുന്നില്ലേ? ചെയ്യുന്നേ, കാണിച്ചു കൊടുക്കണം കണ്ടെന്നുണ്ടായിട്ട്. ഓ ശരി, ഇത് ലൂസാ. ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം ഇതിനോട് പറഞ്ഞ നടുക്കിക്കാൻ പറഞ്ഞു, നടുക്കുന്നത് സേഫ് ആണ്, അവിടെ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ എനിക്ക് കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ വിരലിടുന്ന ആൾക്കാരെ മൊത്തത്തിൽ അത്യാവശ്യം ട്രസ്റ്റ് ഉള്ളത്. നമ്മളിപ്പോ ആരോട് എന്ത് മനസ്സുറക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത ദിവസം അത് ടൂളാക്കാൻ കുറച്ചൊരു കുറിച്ചിരിക്കുക, സൂക്ഷിക്കും കഴിഞ്ഞ് നിൽക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഞാൻ അവളിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങോട്ട് പോയി ചോദിക്കുക ഒരു പ്രശ്നം എന്തെങ്കിലും. ജിന്റെ ഒരു നല്ല സ്പോർട്സ്മാൻഷിപ്പ് ഉള്ളതാണ്. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് വന്നിട്ട് അർജുൻ കൊണ്ട ആരെങ്കിലും വന്നോ? ഞാൻ പറഞ്ഞേ ഉറക്കം പറഞ്ഞെങ്കിൽ പോയി ഉറങ്ങ. അർജുൻ എല്ലാം അറിയാട്ടാ. അർജുൻ ചുമ്മാ അപ്പടെ ഒന്നും തെരിയാത്ത പാപ്പ മാറി നടിക്കണ. അവൻ നടിച്ചില്ലല്ലോ. അർജുന് നല്ല പോയിന്റ്സ് ഉണ്ട്. വ്യക്തമാക്കി അവനത് പറഞ്ഞിട്ട് ഞാൻ നടിച്ചത് നീ നനച്ചത് തപ്പ്. അത് എങ്കയോ മാട്ടിക്കിച്ച് മാട്ടിക്കിട്ടെ മാട്ടിருக்கு എന്തെല്ലാം മനസ്സിലായില്ല. മനസ്സിലായി പുഷ്
പുഷാട് pregnant please. നിന്റെ ഫുഡ് എന്റെ അമ്മയുടെ ഫുഡ് ഒരുപോലെ ഇൻസെക്യൂർ ആയിട്ടുണ്ടോ? ഉണ്ട്. അമ്മ മലയാളി അല്ലല്ലോ, തമിഴല്ലേ? ആര്? എന്റെ മലയാളി. അമ്മ മലയാളി? എല്ലാരും മലയാളിയാ, പക്ഷെ ഇവിടെ സെറ്റിൽഡ്. ഓ അങ്ങനെ. അമ്മയുടെ ഇവിടെ പാലക്കാട്. രണ്ടുപേരും അമ്മയും അച്ഛനും പാലക്കാട്. ശ്രീധ അവിടെ വരാൻ പറയാം.